ഹായ് ആർട്ടിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഡ്രോയിങ്ങിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം കാണുക. അല്ലാത്തവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ 100% കമ്മിറ്റഡ് ആണെങ്കിൽ യെസ് ഐ ആം കമ്മിറ്റഡ് എന്ന് താഴെ കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവാം. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. വൈ ഈസ് ഷെയ്ഡിങ് ഇമ്പോർട്ടൻറ്റ്? ഞാനിവിടെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ്. കാണുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ രണ്ട് ഫോംസ് വരയ്ക്കുന്നുണ്ട്. വൈ ഈസ് ഷെയ്ഡിങ് ഇമ്പോർട്ടൻറ്റ് എന്ന ക്വസ്റ്റ്യന് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനൊരു ഫോം വരയ്ക്കുന്നുണ്ട്. ഒരു ക്യൂബാണ് വരയ്ക്കുന്നത്, ഒരു പെട്ടി. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഷെയ്ഡ് ചെയ്ത ഒരു പെട്ടിയും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ശ്രദ്ധ പിടിക്കുന്നത്, അതായത് നിങ്ങൾ അറിയാതെ കൂടുതൽ ശ്രദ്ധിച്ചു പോകുന്ന ഇതിൽ ആദ്യത്തെ ചിത്രമാണോ രണ്ടാമത്തെ ചിത്രമാണോ? രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ? അതിൽ ഷെയ്ഡിങ് ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം വെറും ഒരു ഫ്ലാറ്റ് ഡ്രോയിങ് ആണ്. അതിൽ ഷെയ്ഡിങ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്ത് കോണ്ടൂർ ലൈൻസ് മാത്രം കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ചിത്രം. അതിലധികം ഫീലിങ്സ് ഇല്ല. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഞാൻ ഷെയ്ഡിങ്ങിൻ്റെ എല്ലാ എലമെൻസും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ്, അതേപോലെ ഷെയ്ഡ്സ്, ഷാഡോ, ഇതിൻ്റെ ടെക്സ്ചർ, എല്ലാ എലമെൻസും കൊടുത്ത് നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിത്രത്തിൽ എനിക്ക് നല്ലൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഷെയ്ഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, നമ്മൾ വരച്ച ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഷെയ്ഡിങ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം നോക്കുമ്പോൾ ഒരു ടേബിളിൻ്റെ മേലെ ഒരു ബോക്സ് കൊണ്ടുവച്ച ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇല്ലേ? ഒരു സർഫേസിൻ്റെ മേലെ ഒരു ബോക്സ് ഇരിക്കുന്ന ഒരു ഫീലാണ്. എന്നാൽ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഏതോ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചുവരിലോ വെറുതെ ഒരു വരച്ച ഒരു ഷേപ്പ് മാത്രം, അതിൻ്റെ സ്ഥാനം എന്താണ്, അത് എവിടെയാണ് വെച്ചേക്കുന്നത് എന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ല. സോ ഷെയ്ഡിങ് നമുക്ക് ഒരു ഡെപ്ത് തരുന്നുണ്ട് അല്ലേ? ഡെപ്ത് തരുന്നുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഷെയ്ഡിങ്ങിലൂടെ നമുക്ക് ഡ്രോയിങ്ങിൽ നല്ലൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ബിഗിനേഴ്സ്. ഡ്രോയിങ്ങിൽ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഷെയ്ഡിങ് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഡ്രോയിങ്ങിൽ ഡൈമെൻഷൻ ഡൈമെൻഷൻ കൊണ്ടുവരാനായിട്ട് ഷെയ്ഡിങ് സഹായിക്കും. ആ ഒരു ചിത്രം നോക്കുമ്പോൾ ആ ആ ചിത്രത്തിന്റെ മൂന്ന് വശങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടേബിളിന്റെ മേലെ എടുത്ത് വെച്ച ഫീലിങ്സ് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ബോക്സ് ആണ്, അത് ഒരു പ്രതലത്തിന്റെ മേലെ നിൽക്കുകയാണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ അതൊരു എയറിൽ നിൽക്കുന്നതാണോ അല്ലേ? അതിന്റെ കൃത്യമായ സ്ഥാനം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഡൈമെൻഷൻ ആണ്. ഒരു 2D ആയിട്ടുള്ള ഫോമിനെ 3D ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷെയ്ഡിങ് നമ്മെ സഹായിക്കുന്നുണ്ട്. സോ നമ്മുടെ ഡ്രോയിങ്ങിൽ 3 ഡൈമെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഷെയ്ഡിങ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്യാം. ഡൈമെൻഷൻ കൊണ്ടുവരാൻ ഷെയ്ഡിങ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് ഡ്രോയിങ്ങിൽ ഡൈമെൻഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചിത്രത്തിന് ലൈഫ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിത്രത്തിനെ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി ഫീലിലേക്ക് കൊണ്ടുവരുന്നത് ഷെയ്ഡിങ് തന്നെയാണ്.
എൻഹാൻസ് റിയലിസം. നമ്മൾ ഡ്രോയിങ്ങിൽ റിയലിസം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഷെയ്ഡിങ്ങിന് നിർണായകമായ റോളാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഷെയ്ഡിങ് പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡ്രോയിങ് ബുക്കിൽ ഷെയ്ഡിങ്ങിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്യാം. നമ്മൾ ഡ്രോയിങ്ങിൽ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനും ഡൈമെൻഷൻ ക്രിയേറ്റ് ചെയ്യാനും റിയലിസം ക്രിയേറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഷെയ്ഡിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി പ്രാക്ടിക്കലായിട്ട് ഞാനൊരു പേപ്പറിൽ പെൻസിൽ വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നല്ലപോലെ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഷെയ്ഡിങ് കൊണ്ടുള്ള ഗുണം എന്താണ്, നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ഇതുവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ട പെൻസിലുകൾ ഞാൻ ആർട്ട് ലൈനിൻ്റെ ഷെയ്ഡിങ് പെൻസിൽസാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും ബെറ്റർ. ബിഗിനേഴ്സിനൊക്കെ ചെറിയ പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഒരു ഇറേസർ എടുക്കുക. ഇത്രയും ടൂൾസ് മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോം വരയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്യൂബാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഷെയ്ഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുക. അതാകുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മായ്ക്കാൻ പറ്റും. ബിഗിനേഴ്സ് HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ എല്ലാ വശങ്ങളും ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ബോക്സിൻ്റെ എല്ലാ വശങ്ങളും വരയ്ക്കുന്നുണ്ട്. ഇതിലാണ് ഞാൻ ഷെയ്ഡിങ് കാണിക്കുന്നത്. എങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ എല്ലാ ഔട്ട്ലൈൻസും കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരച്ച ഒബ്ജക്റ്റിലേക്ക് ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് വീഴുന്നത്, പ്രകാശം അടിക്കുന്ന ഭാഗം, ലൈറ്റ് സോഴ്സ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നത്. ഇത് ഷെയ്ഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമ്മൾ ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പെൻസിലെടുത്ത് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത് ആ ഭാഗം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുക. ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി. അത് നമ്മൾ ചെയ്തു. ഓക്കെ ആണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ഓക്കെ ആണോ? ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്തു. ഇനി ഈ ലൈറ്റ് സോഴ്സ്, അതായത് ഇവിടെ നിന്ന് ലൈറ്റ് ഒബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം നല്ല വൈറ്റ് ആയിരിക്കും. നല്ല വൈറ്റ് ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇത്ര ഏരിയയിൽ നല്ല വൈറ്റായിട്ട് കാണും. ലൈറ്റ് വീഴുന്ന ഭാഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ഷെയ്ഡിങ്സ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങുക. ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻസിൽ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ
കുറച്ചുകൂടെ കട്ടിയിലായിരിക്കും ഷെയ്ഡിങ് പോകുന്നത്. നോക്കിക്കോ, ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടിയിലായിരിക്കും ഷെയ്ഡിങ് പോകുന്നത്. എന്നാൽ ലൈറ്റ് പ്രഷറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻസിൽ കുറച്ച് മേലെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലൈറ്റ് സോഴ്സിൽ ലൈറ്റ് പ്രഷറിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. പെൻസിൽ കുറച്ച് മേലെ പിടിക്കുക. ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞ് ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ടോൺ തന്നെ ആയിരിക്കും വരുന്നത്. HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡിങ് പുറത്തേക്ക് പോകാതെ നോക്കണം. നമ്മൾ വരച്ച ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ മാക്സിമം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കുക. HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ആദ്യത്തെ ലെയർ ചെയ്യാൻ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുംതോറും ഡാർക്കായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുംതോറും ഷെയ്ഡിങ്ങിൻ്റെ ലെവൽ കൂടിക്കൂടി വരും. ഇവിടെ ലൈറ്റ് ടോൺ, ഇവിടെ മിഡ് ടോൺ, ഇവിടെ ഡാർക്ക് ടോൺ. അതായത് ഇങ്ങോട്ടേക്ക് പോകുന്തോറും ഷെയ്ഡിങ്ങിൻ്റെ കട്ടി കൂടിക്കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് പെൻസിൽ മാറ്റാം. ഇനി 4B പെൻസിൽ ഉപയോഗിക്കാം. ഞാൻ 4B പെൻസിൽ എടുത്തിട്ടാണ് ഇനി അടുത്ത ലെയർ ചെയ്യുന്നത്. ആദ്യം ചെയ്തതിൻ്റെ മേലെ തന്നെ ചെയ്യാം, എന്നാലേ ആ ഒരു ഭാഗം കറക്റ്റ് ബ്ലെൻഡ് ആവും. ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഫോർ ബി ലെയർ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അങ്ങനെ ഞാൻ 6B എടുക്കുന്നുണ്ട്. 6B എടുത്ത് ഇതിൻ്റെ ഈ ഒരു ഏരിയ ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ബോക്സിൻ്റെ ഈ ഒരു വശം ഇവിടെ നിന്ന് താഴേക്ക് വരുംതോറും ഡാർക്കായിരിക്കും. അതായത് ഇവിടെ ലൈറ്റ്, പിന്നെ ഇവിടെ മിഡ് ടോൺ, ഇവിടെ ഡാർക്ക് ടോൺ. അപ്പോൾ മുകളിൽ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യാം. ഇനി താഴേക്ക് പോകുന്തോറും അതിൻ്റെ ഡാർക്ക് കൂടിക്കൂടി വരും. ഞാൻ 4B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴേക്ക് പോകുന്തോറും ഡാർക്ക് ടോൺ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഞാനിവിടെ 6B ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സർഫേസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു കോർണറിലും ഡാർക്ക് ഉണ്ടാവും.
ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടണമെന്നില്ല. നിങ്ങൾ 1, 2, 3, 4 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി ഇതിൻ്റെ അടിത്തട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് 6B ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ സ്കെയിലൊന്നും ഉപയോഗിക്കുന്നില്ല, ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരക്കുന്നത്. അതേപോലെ ഈ ഒരു ടോപ്പും ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷെയ്ഡിങ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷാഡോ, ഈ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ ഉണ്ടാവും, നിഴലുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ഏരിയയിൽ, ഈ ഭാഗത്ത്, അതായത് ഒബ്ജക്റ്റിനോട് അടുത്ത് കാണുന്ന നിഴലിന് കുറച്ച് ഡാർക്ക് ഉണ്ടാവും. ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഡാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് 4B പെൻസിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ കാസ്റ്റ് ഷാഡോ ഈ ഒരു ഭാഗത്ത് നിഴലിൽ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇങ്ങോട്ടേക്കും ലേശം കൊണ്ടുപോവാം. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പേപ്പർ സ്റ്റമ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൂള് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ സാധാ പേപ്പറോ ഉപയോഗിക്കാം. ഏറ്റവും ബെറ്റർ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ സ്മഡ്ജിങ് സ്റ്റിക്ക്, സ്മഡ്ജിങ് സ്റ്റമ്പ്, പേപ്പർ സ്റ്റമ്പ് എന്നെല്ലാം പറയലുണ്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിക്കാം. ലൈറ്റ് പ്രഷറിൽ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത ഭാഗം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ച എല്ലാ ഭാഗവും നമ്മൾ ഒബ്ജക്റ്റിൽ കവറാവും. ഒരു പ്രത്യേക ഫീല് കിട്ടും. ലൈറ്റ് ടോൺ ഷെയ്ഡ് ചെയ്തതിനു ശേഷം, ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഡാർക്കിലേക്ക് വരിക. ഇത് ബിഗിനേഴ്സിനുള്ള ഒരു ക്ലാസ്സാണ്. ഷെയ്ഡിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ക്ലാസ്സാണ്. ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും.
ആ പ്രകാശം അടിക്കുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മൈക്രോ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ആ വൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഫീൽ കിട്ടും. പ്രകാശം അടിക്കുന്ന ഏരിയയിൽ ആ വൈറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇത്രയും ആദ്യം ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. ഈ ഒബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയയിലെ ഷാഡോ കുറച്ച് ഡാർക്കായിരിക്കും. അത് കുറച്ചും കൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷാഡോ ചെയ്താൽ മാത്രമേ നമ്മൾ വരച്ച ഒബ്ജക്റ്റ് ഒരു സർഫേസിന് മേലെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യൂ. അല്ലെങ്കിൽ അതൊരു എയറിൽ നിൽക്കുന്ന പോലെ തോന്നും. ടൈം എടുത്ത് തന്നെ ഷെയ്ഡ് ചെയ്യുക.